വെൽക്കം ടു ജുലീനാസ് കിച്ചൺ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഓറഞ്ച് കേക്കാണ്. അതിനുവേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. മൈദ 1 കപ്പ്, ഓറഞ്ച് ജ്യൂസ് 1 കപ്പ്, മുട്ട 2 എണ്ണം, പൗഡേർഡ് ഷുഗർ 1 കപ്പ്, വിപ്പിംഗ് ക്രീം പൗഡർ 100 ഗ്രാം, ബേക്കിംഗ് പൗഡർ 3/4 ടീസ്പൂൺ, ബേക്കിംഗ് സോഡ 1/4 ടീസ്പൂൺ, 2 നുള്ളു ഉപ്പ്, ഓറഞ്ച് സെസ്റ്റ് 1 ടേബിൾ സ്പൂൺ, സൺഫ്ലവർ ഓയിൽ 1/2 കപ്പ്, കുറച്ച് കാഷ്യൂ നട്ട്സ്, 1/2 ടീസ്പൂൺ വാനില എക്സ്ട്രാക്റ്റ്. ആദ്യം നമുക്ക് ഡ്രൈ മിക്സ്ചർ തയ്യാറാക്കാം. ഒരു സ്ട്രെയിനറിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന മൈദ ഇടാം. ഇതിലേക്ക് 3/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 2 പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായി അരിച്ചെടുക്കാം. ഇനി ഇത് നന്നായി മിക്സ് ചെയ്ത ശേഷം നമുക്ക് മാറ്റിവെക്കാം. ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് 2 മുട്ടയിടാം. ഇതിലേക്ക് നമുക്ക് പൗഡേർഡ് ഷുഗർ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന ഓയിലും ഒഴിക്കാം. ഇനി ഇത് നമുക്ക് അടിച്ചെടുക്കാം. ഇപ്പോൾ ഞാനത് അടിച്ചെടുത്തു. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ഒഴിച്ച് ഒന്നുകൂടെ അടിച്ചെടുക്കാം. വാനില എസൻസ് ചേർത്ത് ഞാൻ അടിച്ചെടുത്തു. ഇനി നമുക്കിത് ഒരു ബൗളിലേക്ക് ഒഴിക്കാം. ഇനി നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചായി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓറഞ്ച് ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഓറഞ്ച് സെസ്റ്റ് ഇട്ട് കൊടുക്കാം. കുറച്ച് കാഷ്യൂ നട്ട്സും ഇടാം. നമ്മുടെ കേക്ക് ബാറ്റർ റെഡിയായി. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. ഞാനിത് ബേക്ക് ചെയ്യുന്നത് ഒരു സോസ് പാനിലാണ്. അപ്പോൾ ആദ്യം നമുക്ക് സോസ് പാനിൽ ഓയിൽ പുരട്ടാം. ഇനി നമുക്കിതിലേക്ക് ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ കാസ്റ്റിംഗ് അയണിൻ്റെ ഒരു പാൻ ഹൈ ഫ്ലെയിമിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് സോസ് പാൻ എടുത്തു വയ്ക്കാം. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് സോസ് പാൻ എടുത്ത് വയ്ക്കാം. ഇനി നമുക്ക് ഫ്ലെയിം മീഡിയത്തിലേക്ക് ആക്കാം. ഇനി നമുക്കിത് മൂടി വയ്ക്കാം. മീഡിയം ഫ്ലെയിമിൽ ഒരു 4 മിനിറ്റ് വെച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലേക്ക് ആക്കി ഒരു 45 മിനിറ്റ് വെക്കണം. നമുക്ക് വിപ്പിംഗ് ക്രീം തയ്യാറാക്കാം. വിപ്പിംഗ് ക്രീം തയ്യാറാക്കാനുള്ള ബൗളും ഹാൻഡ് ബീറ്ററിൻ്റെ ബ്ലേഡ് രണ്ടും ഞാൻ ഫ്രീസറിൽ വെച്ച് നല്ലപോലെ തണുപ്പിച്ചെടുത്തിരിക്കുകയാണ്. 2 മണിക്കൂറോളം വെച്ചിട്ടുണ്ട് അതിൽ. അപ്പോഴേ നമുക്ക് ക്രീം വേഗം സെറ്റായി കിട്ടുള്ളൂ.
ഇതിലേക്ക് നമുക്ക് വിപ്പിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. ഒരു ബൗളിൽ അല്പം ഐസ് ക്യൂബ്സ് ഇട്ടതിന് ശേഷം അതിൻ്റെ മീതെ ഈ പാത്രം വെച്ചിട്ട് ബീറ്റ് ചെയ്താൽ വളരെ നന്നായിരിക്കും. ഇനി ഇതിലേക്ക് നല്ല തണുത്ത പാല് അല്പം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പൗഡർഡ് ഷുഗർ ഇടാം. ഇപ്പോൾ നമ്മുടെ വിപ്പിംഗ് ക്രീം തയ്യാറായി. ഇനി നമുക്കിത് ഫ്രിഡ്ജിലേക്ക് വെക്കാം. കാരണം നമ്മളുടെ കേക്ക് ബേക്കായി വന്നതിന് ശേഷം നമുക്കിത് പുറത്തേക്ക് എടുക്കാം. ഇപ്പോൾ 45 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് തുറന്നു നോക്കാം. കേക്ക് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കണ്ടോ, നന്നായി നമ്മുടെ കേക്ക് ബേക്ക് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. കേക്ക് നല്ല സെറ്റായിട്ടുണ്ട്, നന്നായി തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമുക്കിതിൻ്റെ ബട്ടർ പേപ്പർ എടുത്തു മാറ്റാം. ഇനി നമുക്കിത് തിരിച്ചു വയ്ക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണിത്, കണ്ടോ. ഇപ്പോൾ നമുക്ക് ഒരു സ്പോഞ്ച് കേക്ക് പോലെ കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ കഴിക്കാം, നല്ല ടേസ്റ്റാണ്. പക്ഷേ ഒരു ക്രീമി കേക്ക് ആക്കണമെങ്കിൽ ഇനി നമുക്കിത് 2ആയി കട്ട് ചെയ്തതിന് ശേഷം വിപ്പിംഗ് ക്രീം തേക്കാം. ഇനി ഇത് നമുക്ക് 2ആയി കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഓറഞ്ച് ജ്യൂസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഓറഞ്ച് ജ്യൂസിൽ അല്പം പൗഡേർഡ് ഷുഗറും കൂടെ ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് ഇങ്ങനെ എടുത്തതാണ്. അപ്പോൾ ഇതിങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ കേക്ക് നല്ലതുപോലെ സോഫ്റ്റ് ആവും. ഇനി നമുക്ക് ഇതിൻ്റെ മീതെ വിപ്പിംഗ് ക്രീം തേച്ച് കൊടുക്കാം. നമ്മുടെ ഓറഞ്ച് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായാൽ ജുലീനാസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം.
അപ്പോൾ മറ്റൊരു റെസിപ്പിയുമായി നമുക്ക് ഉടനെ കാണാം. എല്ലാവർക്കും ഹാപ്പി ആൻഡ് പ്രോസ്പെറസ് ന്യൂ ഇയർ.